സഹോദരി എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വിശുദ്ധമായ നിന്റെ ആരാധന പുറപ്പെടുന്ന പ്രബോധനം പ്രവഹിക്കുന്ന ഏവർക്കും അവിടെ നല്ല പ്രഭാതകത്താൽ നിന്നെ നിർമ്മലമാക്കി. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കുന്നതിനു വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ: പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുകയും. ദാസന്മാരെ, നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ അനുസരിക്കണം. മനുഷ്യരെ പീഡിപ്പിക്കുന്നവരെ പോലെ അവരുടെ കൺമുൻപിൽ മാത്രം ഇങ്ങനെ പ്രവർത്തിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ദാസന്മാരായിരിക്കുകയും മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ. നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. യജമാനന്മാരെ, നിങ്ങളും ഇതേ രീതിയിൽ തന്നെ ദാസന്മാരോട് പെരുമാറുവിൻ. അവരെ ഭീഷണിപ്പെടുത്തരുത്. നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടുത്തേക്ക് മുഖനോട്ടമില്ലെന്നും അറിയുവിൻ. സുവിശേഷവായനയുടെ സമയമാണ്. ഈ സമയത്ത് സ്ലീവ ധൂപത്തെറ്റി തിരിക്കാൻ വഹിച്ചുകൊണ്ട് പ്രദക്ഷിണമായി മതബഹായിലേക്ക് പോകുന്നു. അറിയാം, മതബഹായിന് സുവിശേഷം വേദനയിലേക്ക് കൊണ്ടുവരുന്നത് യേശുവിന്റെ പരസ്യ ജീവിതത്തെ അനുസ്മരിക്കുന്നത്. യേശുവിന്റെ സുവിശേഷ പ്രഘോഷണമാണ് അതിന്റെ അനുസ്മരണം. അപ്പൊ ഈ സമയത്ത് വിശ്വാസം ഗാനം കഴിഞ്ഞിട്ട് എഴുതിയ കലക്ഷരമാണ് സമൂഹമാണ്. ും
ദിവ്യാഖ്യാനത്തിലുമാണ് വിശ്വാസികളെ യോഹന്നാൻ അറിയിച്ച സുവിശേഷമാണ് വായിക്കുന്നത്. 37-ാമത്തെ പേരിൽ നമുക്ക് ചേർന്നതാണ്. വിശ്വാസികളെ ും
വിശുദ്ധ ഗ്രന്ഥം വലിയ ആഘോഷത്തോടെ വചനവേദിയിലേക്ക് ലോകത്തിലേക്ക് വിശുദ്ധ അവതരിച്ചു. അതിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് മുന്നൽ ശ്രീവ ധൂപത്വയ്ക്ക് കത്തിച്ച തിരികെയോടെ വിശുദ്ധ ഗ്രന്ഥം ആഘോഷമായി വചനവേദിയിലേക്ക് കൊണ്ടുവരുന്ന ശുശ്രൂഷ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റുന്ന ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവരെന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലേഖനം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അവരിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു, എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. മിശിഹായിൽ ഏറെ സ്നേഹമുള്ള സഹകാർമ്മികരായിരിക്കുന്ന അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഞാൻ ഓർക്കുന്നത് ഇന്നത്തെ നമ്മുടെ വിശുദ്ധ കുർബാന സഭ ഏറ്റവും അധികം ആഘോഷപൂർവ്വം അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന ക്രമമാണല്ലോ ഇന്ന് ഈ റാസ കുർബാന ക്രമത്തിലൂടെ അർപ്പിക്കുന്നതിലൂടെ നമ്മൾ യാഥാർത്ഥ്യമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 1998 ആ ഒരു ഓർമ്മയിലേക്ക് 98-99 ഒരു ഓർമ്മ അനുഭവത്തിലേക്ക് തിരികെ പോകുന്ന ഒരു സമയമായിട്ട് ഈ സമയത്തെ മാറ്റി ഞാൻ സൂചിച്ചനും ദൈവശാസ്ത്ര പഠനത്തിന്റെ ആദ്യ വർഷം 98 ആദ്യത്തെ വർഷത്തെ വാർഷിക ധ്യാനം നടത്തിയ വലിയ വ്യക്തിയുടെ സാന്നിധ്യത്തിന്റെ കൂടെയാണ് നമ്മൾ വിശുദ്ധ കുർബാനയാക്കുന്നത്. സ്കൂളായിരുന്നെന്ന് ഞങ്ങൾക്ക് വേണ്ടി വാർഷിക ധ്യാനം നടത്തിയത്. സെമിനാരി വിദ്യാർത്ഥികളെ വൈദികരെ ധ്യാനിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ എത്രയോ വലിയ കൃപയാണ്. 50ഓളം രൂപതകളിലെ വൈദികരെ ധ്യാനിപ്പിച്ചു. കേരളത്തിന് പുറത്തുള്ള നിരവധി സെമിനാരികളിലും ആ കാലയളവിൽ സുവിശേഷം പറഞ്ഞു. അന്നത്തെ ഒരു അനുഭവം എന്നാണ് പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ. അതേറെ അനുഭവവേദ്യമായ ഒരു ധ്യാനമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടു. അതിനു മുമ്പ് നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല എന്റെ വിഷയം. ഒരു പ്രത്യേക നിമിഷമുണ്ട് എല്ലാത്തിനും. അന്ന് കുർബാന ധ്യാനത്തിന്റെ സമാപന ദിവസം അർപ്പിച്ച വിശുദ്ധ കുർബാന ആഘോഷമായ പ്രാസംഗം അർപ്പിച്ചുകൊണ്ടായിരുന്നു ധ്യാനത്തിന്റെ സമാപനം. ആ ഒരു ഓർമ്മയിലേക്കൊക്കെ ഞങ്ങൾ പോവുക. അന്ന് നന്ദി പറഞ്ഞ ധ്യാനത്തിൽ പറയാതെ നന്ദി പറഞ്ഞ അച്ഛൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന അച്ഛൻ പറഞ്ഞു, 37 വർഷമായി അച്ഛൻ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് ഇതുപോലെ അനുഭവത്തോടെ ഒരു ധ്യാനവും ഒരു കുർബാനയിലും പങ്കെടുത്തിട്ടില്ല. അച്ഛൻ്റെ പേര് പറയാൻ ഞങ്ങൾക്ക് 3 പേർ പറയില്ല അച്ഛനെ പറയാൻ. തീർച്ചയായും ആ ഒരു അനുഭവം അനുഭവിക്കാത്തവന് ഇതൊരു ചടങ്ങാണ്. അനുഭവിക്കുന്നവന് ഇത് തുടങ്ങിയ തീരുതേ എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പൊ എന്നോട് എന്തിനാണ് അച്ഛനായെന്ന് ചോദിച്ചാൽ പല കുട്ടികളെ എന്തിനാ അച്ഛനായി